ഹലോ മക്കളെ, വെൽക്കം ടു ജൂപോഡ്. മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് അല്ലേ. അപ്പൊ നാളത്തെ ക്രിസ്മസ് എക്സാമിന് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ റെഡോക്സ് റിയാക്ഷൻ വരെയുള്ള ചാപ്റ്റേഴ്സ് എക്സാമിനുണ്ട്. 7 ചാപ്റ്റേഴ്സ് നാളത്തെ എക്സാമിനുണ്ട് അല്ലേ. ഈ 7 ചാപ്റ്റേഴ്സിൽ നിന്ന് എവിടെ നിന്നാ സർ ക്വസ്റ്റ്യൻ വരിക, ഏത് ടോപ്പിക് ബേസ് ചെയ്തിട്ടാ ക്വസ്റ്റ്യൻ വരിക എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഞാൻ ഈ പറയാൻ പോകുന്ന ഓരോ ചാപ്റ്ററിലും കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഞാൻ പറയും. അത് കൃത്യമായിട്ട് മക്കളെ നിങ്ങൾ പഠിച്ചാൽ നാളത്തെ എക്സാമിന് നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പഠിച്ചു കഴിഞ്ഞവർ എന്തായാലും റിവിഷൻ ചെയ്യുമല്ലോ. റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ന് നമ്മൾ ലൈവില് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യും. അപ്പൊ ആരും ലൈവ് മിസ്സാക്കരുത് എന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കടാ മക്കളെ, ഫസ്റ്റ് ചാപ്റ്റർ റെഡോക്സ് റിയാക്ഷനാ. റെഡോക്സ് റിയാക്ഷനിൽ ആദ്യം തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് 4 ടൈപ്പ് റെഡോക്സ് റിയാക്ഷൻസ് ഏതൊക്കെയാണ് എന്ന് പഠിക്കണം. ഓരോ ടൈപ്പ് റെഡോക്സ് റിയാക്ഷനും അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിൾ എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷൻ. ഫോർ എക്സാമ്പിൾ KMnO4 നിങ്ങൾക്ക് തന്നിട്ട് അതിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ, K2Cr2O7 തന്നിട്ട് അതിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. മക്കളെ, ഒരു കോമ്പൗണ്ട് തന്ന് അതിൻ്റെ ഫോർമൽ ചാർജ് റെപ്രസെന്റ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ MnO2 തന്നാൽ ഓക്സിജൻ -2 ആണ്, 2 ഓക്സിജൻ -4, മാംഗനീസ് +4. ഇതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എന്താ, മാംഗനീസ് എന്ന് എഴുതി അയാളുടെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ ഇടുക, ഫോർമുല കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാനുള്ള ക്വസ്റ്റ്യൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനാ. പിന്നെ ഡാനിയൽ സെല്ല് വളരെ ക്ലിയർ ആയിട്ട് അറിയണം. ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ ഓർമ്മയില്ലേ, Zn + Cu2 + give Zn2 + Cu എന്നുള്ള അത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ മക്കളെ ബാലൻസിങ് ആണ്. ബാലൻസിങ് 2 ടൈപ്പ് ഉണ്ട് എന്ന് നമുക്കറിയാം. അത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉണ്ട്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് നാളെ വരുന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിനാണ് കൂടുതൽ സാധ്യത എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ. അപ്പൊ റെഡോക്സ് റിയാക്ഷനിൽ ഈ ഒരു 5 പോയിന്റ് പഠിക്കാതെ മക്കളെ നാളെ എക്സാം ഹാളിലേക്ക് പോവേണ്ടതില്ല. മിനിമം നിങ്ങൾ ഈ 5 പോയിന്റ് പഠിച്ചിരിക്കണം. ഓക്കെ. അടുത്തത് നോക്കടാ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റേജ് ഉള്ള വലിയൊരു ചാപ്റ്റർ ആണ്. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻസോടുകൂടെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ അതിൻ്റെ KC എഴുതാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. KCയും KPയും എഴുതാൻ കഴിയണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ 3 അപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൽ 2 അപ്ലിക്കേഷൻസും മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ KPയും KCയും തമ്മിലുള്ള റിലേഷൻ അറിയില്ലേ, നിർബന്ധമായി പഠിക്കണം. KP = KC × RT⁻⁴n. KP കാണാൻ ചോദിക്കാം, KC കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ റിലേഷൻ എഴുതാൻ ചോദിക്കാം, അങ്ങനെയൊക്കെ വരാം. മക്കളെ, അടുത്തത് ലെ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയണം. അത് ബേസ് ചെയ്ത് ഈ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ 3 ആസിഡ് ബേസ് കോൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. അതിൽ ലുവിസ് കോൺസെപ്റ്റ് എന്താണ്, ലുവിസ് ആസിഡിന്റെയും ബേസിന്റെയും എക്സാമ്പിൾ. ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് എന്താണ്, അത് ബേസ് ചെയ്ത് കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ തിരഞ്ഞെടുത്ത് എഴുതാൻ പഠിക്കേണ്ടതുണ്ട്. പിന്നെ മക്കളെ, H+ അയോണിന്റെ കോൺസെൻട്രേഷൻ തന്നാൽ pH കാണാൻ നമ്മൾ അറിയേണ്ട കാര്യമാണ്. കോമൺ അയോൺ എഫക്റ്റ് എന്താണ് വിത്ത് എക്സാമ്പിൾ അറിയണം. ബഫർ സൊല്യൂഷൻ എന്താണ്, അസിഡിക് ബഫറിന്റെയും ബേസിക് ബഫറിന്റെയും ഒരു എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് ഹൈഡ്രോളിസിസ് ചെയ്തു കഴിഞ്ഞാൽ അത് അസിഡിക് ആണോ, ന്യൂട്രൽ ആണോ, ബേസിക് ആണോ എന്നൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ, അതും അറിഞ്ഞിരിക്കും. ഈ ചാപ്റ്ററിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്കുകളാണ്. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. അപ്പൊ ഈ 8 പോയിന്റ് മക്കളെ പഠിക്കാതെ
പോവരുത്. അടുത്തത് തെർമോഡൈനാമിക്സിൽ ഒരു 8 പോയിന്റ് പറയട്ടെ. ആദ്യത്തത് എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി വിത്ത് എക്സാമ്പിൾ. സിമ്പിൾ ആണ്. അതേപോലെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ വിത്ത് എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയണം. അതിന്റെ മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അറിയണം. ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. പിന്നെ മക്കളെ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമേഷൻ ഡിഫൈൻ ചെയ്യാൻ അറിയണം. അതിനൊരു എക്സ്പ്ലനേഷൻ, ഒരു എക്സാമ്പിൾ പഠിക്കണം. പിന്നെ എന്താ പറയുക, ലാറ്റിസ് എൻതാൽപ്പി ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനുള്ള മെത്തേഡാണ് ബോൺ-ഹേബർ സൈക്കിൾ. NaClന്റെ ബോൺ-ഹേബർ സൈക്കിൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. പിന്നെ മക്കളെ റിയാക്റ്റൻസിന്റെയും പ്രൊഡക്റ്റിന്റെയും ഒക്കെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നാൽ അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. ഇത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം. പിന്നെ മക്കളെ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് RT. അങ്ങനെയുള്ള ചെറിയ ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ പ്രതീക്ഷിക്കണം. CP-യും CV-യും തമ്മിലുള്ള റിലേഷൻ CP മൈനസ് CV is equal to യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഡെൽറ്റ ജി ബേസ് ചെയ്തിട്ടുള്ള സ്പോണ്ടേനിറ്റിയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ബേസ് ചെയ്തിട്ട് എങ്ങനെയാ സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, പഠിക്കേണ്ട ഏരിയ ആണ്. അത് കഴിഞ്ഞാൽ കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിനുള്ള 3 ചാപ്റ്റർ കഴിഞ്ഞു. ബോണ്ടിങ് വരെ ഓണത്തിന് ഉണ്ടായതായിരുന്നു. നമുക്ക് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂള്, ഇൻകംപ്ലീറ്റ്, എക്സ്പാൻഡഡ്, ഓഡ് ഇലക്ട്രോൺ ഒക്കെ ഇല്ലേ, പഠിക്കേണ്ടതുണ്ട്. അതേപോലെ മക്കളെ ഓസോണിലുള്ള 3 ഓക്സിജന്റെ ഫോർമൽ ചാർജ് കാണാൻ അറിയണം. എന്താണ് ഡൈപോൾ മൊമെന്റ് എന്നും NH3യുടെയും NF3യുടെയും ഡൈപോൾ മൊമെന്റ് കമ്പയർ ചെയ്യാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ മക്കളെ VSEPR തിയറിയുടെ ഒരു 4 പോസ്റ്റുലേറ്റ് പഠിക്കാൻ ശ്രമിക്കുക. VSEPR തിയറി ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ മോളിക്യൂളിന്റെ ഒക്കെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പഠിച്ചു പോവുക. ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഹൈബ്രിഡൈസേഷന്റെ ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് എങ്കിലും പഠിക്കുക. ഹൈബ്രിഡൈസേഷൻ ബേസ് ചെയ്ത് എങ്ങനെയാ ഈ മോളിക്യൂളിന്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പഠിക്കണം. മക്കളെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ ഒരു 4 പോയിന്റ് പഠിക്കുക. അതേപോലെ തന്നെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ, സ്റ്റേബിൾ ആണോ അല്ലേ എന്ന് പറയാൻ, അതേപോലെ ഇവരുടെ മോളിക്കുലാർ കോൺഫിഗറേഷൻ എഴുതാനൊക്കെ നമ്മൾ പഠിക്കണം. ഹൈഡ്രജൻ ബോണ്ട് നോക്കുന്നത് നല്ലതാണ്. ഇന്റർ എന്താ, ഇൻട്ര എന്താ, എക്സാമ്പിൾ എന്താന്നൊക്കെ ഒന്ന് നോക്കി പോവുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഓണത്തിന് പഠിച്ചതാണ്. പക്ഷെ ഈ 8 പോയിന്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. പിന്നെ മക്കളെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ചെറിയ ചാപ്റ്ററിൽ ഒരു 5 പോയിന്റ് വിട്ട് കളയരുത്. ഒന്ന് മെന്റലീവിന്റെ പീരിയോഡിക് ലോ, അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ, അതിന് ചില മെറിറ്റുകളും ഡിമെറിറ്റുകളും ഉണ്ട്, നോട്ട് ചെയ്യണം. മോഡേൺ പീരിയോഡിക് ലോ എന്താണ്, മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് അറിയണം. അതിൽ 4 ബ്ലോക്ക് ഉണ്ട്. ഓരോ ബ്ലോക്കിനെ കുറിച്ചും ഒരു 4 പോയിന്റ് മക്കളെ മറക്കരുത്. പിന്നെ നോക്കുക, പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫ്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനേക്കാൾ കുറവാണ്. എന്തുകൊണ്ട്? ഓക്സിജന്റെ അയോണൈസേഷൻ എൻതാൽപ്പി നൈട്രജനേക്കാൾ കുറവാണ്. ബെറിലിയത്തിൻ്റെത് ബോറോണിനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ട് എന്നൊക്കെ വരാറുണ്ട്. പിന്നെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് മക്കൾ നോക്കേണ്ടതാണ്. അനോമലസ് ബിഹേവിയറും ഡയഗണൽ റിലേഷൻഷിപ്പും കൂടെ മക്കൾ പഠിച്ചാൽ ആ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി എന്നുള്ളതാണ്. ഇനി മക്കളെ നോക്കടാ, സ്ട്രക്ചർ ഓഫ് ആറ്റം എല്ലാവർക്കും അറിയാം. കാഥോഡ് റേന്റെയും കാനൽ റേസിന്റെയും പ്രോപ്പർട്ടീസ്. റുദർഫോർഡിന്റെ ഒരു 4 പോസ്റ്റുലേറ്റ്, അതിന്റെ ഡിമെറിറ്റ് പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്, അതിന്റെ 4 ക്യാരക്ടറിസ്റ്റിക്സിൽ 2 ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ഐൻസ്റ്റീന്റെ ഇക്വേഷനും പഠിച്ചാൽ അത് സെറ്റായി. ഹൈഡ്രജൻ ബോണ്ടിൽ ലൈമൺ പാൾമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് സീരീസിനെ കുറിച്ച് കൃത്യമായ ധാരണയും റെഡ്ബർഗ് ഇക്വേഷനും കൂടെ ചേർത്ത് വെച്ചാൽ അതൊക്കെയായി. ബോറിന്റെ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്, മെറിറ്റ്, ഡിമെറിറ്റ് അറിയണം. ഡിബ്രോഗ്ലി വേവ് ലെങ്ത്തും ഹേസൻബർഗിന്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടം നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത് അഫ്ബാ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസൂൾ ബേസ് ചെയ്തിട്ടാ. അതിൽ പോളീസ് എക്സ്ക്ലൂഷനും ഹൺസൂളും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഫുൾഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് ഓർബിറ്റലിന് ഹൈ സ്റ്റെബിലിറ്റി ഉണ്ടാവാനുള്ള കാരണവും കൂടെ മക്കൾ പഠിച്ചാൽ സംഭവം സെറ്റ്.
ഓക്കെ, ഇത് വലിയ ചാപ്റ്റർ ആണ്. ഓണത്തിന് നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അടുത്തത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ആദ്യത്തെ ചാപ്റ്റർ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇമ്പോർട്ടന്റ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ 5 ലോ ഉണ്ട്. ആദ്യത്തെ 3 ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, മറക്കരുത്. മോൾ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. എംപിരിക്കൽ ഫോർമുല എന്താ, മോളിക്കുലാർ ഫോർമുല എന്താ, റിലേഷൻ എന്താ, പിന്നെ അത് കാണാനുള്ള ടേബിളൊക്കെ വരച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് പഠിക്കണം. ലിമിറ്റിംഗ് റിയേജന്റ് പഠിക്കണം. മൊളാലിറ്റിയും എന്താണ്, അതിന്റെ ഇക്വേഷൻ അത് ബേസ് ചെയ്തുള്ള പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യണം. മക്കളെ, ഇത്രയും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഏരിയ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സർ, ഇവിടെ നിന്നൊക്കെ ഞാനിപ്പോ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ സർ, ഇവിടെ നിന്നൊക്കെ എങ്ങനെയാ കൃത്യമായി ക്വസ്റ്റ്യൻസ് വരിക എന്ന് സംശയമുള്ളവരിവിടെ ഉണ്ടാവും. ഡോണ്ട് വറി, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇന്ന് കൃത്യം 7 മണിക്ക് ലൈവിൽ വരിക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ നാളെ എക്സാം എഴുതാൻ വേണ്ടി നമ്മുടെ എക്സാം ഹാളിലേക്ക് പോവുക. ക്ലിയർ അല്ലേ പറഞ്ഞേ മക്കളെ? ഐഡിയ ഒക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതിയോ സർ എന്നല്ല, ഇത് മിനിമം നിങ്ങൾ പഠിക്കണം. ഇതെല്ലാം പഠിച്ച് നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ പഠിച്ചോ. ഇത് ഏറ്റവും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയകൾ എൻ്റെ മക്കൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്തി തന്നു എന്നേ ഉള്ളൂ. സർ, ഇതുവരെ കാര്യമായി ഒന്നും പഠിച്ചിട്ടില്ല, ഏതാ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഒരുപാട് മക്കൾ ചോദിച്ചു. അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ. ഇത് നിർബന്ധമായും മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ലൈവിൽ കാണാം.